ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ഉപയോഗിച്ച് ഒരു ഫോൺ ബാഗാണ് ചെയ്യുന്നത്. അപ്പോൾ അക്രിലിക് ആണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 പ്ലൈയുടെയാണ്, 4 സ്ട്രാൻഡ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുക. കോട്ടൺ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, കട്ടി കൂടുതൽ കാണും അതിന്. ഇപ്പോൾ 10 നമ്പർ ഹൂക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശേഷം നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് അടിവശത്താണ്, നമ്മൾ ഈ ഫോണിൻ്റെ അടിഭാഗമാണ് ഈ ചെയ്യുന്നിടം വരുന്നത്. അപ്പം ഞാൻ 18 ചെയിനുകളാണ് 18 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടത്. 18 ചെയിനുകളാണ്. ശേഷം നമ്മൾ 4th ചെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് ഹൂക്കിൽ നൂല് ഒരു തവണ ചുറ്റിയിട്ട് വേണം. സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 18 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ 4th ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൂക്കിൽ ഉള്ള ലൂപ്പ് കൂടാതെയാണ് സെയിം സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എല്ലാ സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആ എൻഡ് വരെയും. ഇപ്പോൾ എല്ലാ ചെയിനിലും 1 അങ്ങനെയാണ് 1 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു പോവുക. അവിടം വരെയും ചെയ്തു പോകാം നമുക്ക്. അപ്പോൾ നമുക്ക് എൻഡ് ഭാഗം വരെ നമ്മൾ ചെയ്തു. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾക്ക് 6 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ സെയിം സ്റ്റിച്ചിൽ തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം നമ്മൾക്ക്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇപ്പോൾ ആ എൻഡ് വശത്ത് ആ എൻഡ് ഭാഗം നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ച് ചെയ്യണം. സിക്സ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആ ഡബിൾ ക്രോഷ്യ സിംഗിളായിട്ടുള്ള ഡബിൾ ക്രോഷ്യ 1 ചെയ്തില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ 6 ഡബിൾ ക്രോഷ്യ വിട്ടിട്ട് മറ്റേ ചെയിനിൻ്റെ ആ ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ അതിൻ്റെ ചെയിനിലാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടു, അതിൻ്റെ 2 സൈഡും നമ്മൾക്ക് ചെയ്യണം. ഇപ്പോൾ 6 ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ ചെയ്തു. നെക്സ്റ്റ് നമ്മൾക്ക് ഒരേപോലെ തന്നെ വരും. 2 സൈഡും ഡബിൾ ക്രോഷ്യ നമ്മൾ 1 വീതം ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ അറിയാം, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ഓപ്പോസിറ്റ്. ഇതേപോലെ 1 1 1 1 അങ്ങനെ ചെയ്താൽ പോയാൽ മതി. ഇപ്പോൾ 1 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റിച്ചിൽ നമ്മൾക്ക് ഇനിയും 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ്, നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൽ തന്നെയാണ്. ശേഷം നമ്മൾ ആ 3 ചെയിൻ സ്റ്റിച്ച് നമ്മൾ എടുത്തായിരുന്നല്ലോ 4th സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തേ, അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അവിടെ തന്നെ ആ സ്റ്റിച്ചിൽ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷമാണ്, ഇല്ല ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് ചെയ്താലും മതിയാകും. അപ്പോൾ ഞാൻ 1 ചെയിൻ ഇട്ടിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്താണ് നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് തേർഡ് സ്റ്റിച്ചിലാണ് വരുന്നത്, മൂന്നാമത്തെ സ്റ്റിച്ചിലാണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യയാണ് വരുന്നത്. 5 ഡബിൾ ക്രോഷ്യയാണ് നമുക്ക് ഇനി ചെയ്യേണ്ടുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടാണ്. 5 ഡബിൾ ക്രോഷ്യയാണ് ഇനി നമ്മൾ ഇത് എൻഡ് ആവുന്നവരെയും ചെയ്യേണ്ടുന്നത്. 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. ശേഷം തേർഡ് സ്റ്റിച്ചിൽ ഇനി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്താണ് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൂക്കിൽ യാൺ ഓവർ ചെയ്യാതെ സിംഗിൾ ക്രോഷ്യ അതിലാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ലൂപ്പിൽ കൂടി കൊണ്ടുവരുന്ന നൂലിന് ഇനി 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൂക്കിൽ നൂല് ഒരു തവണ ചുറ്റിയിട്ട് വേണം ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി, നെക്സ്റ്റ് വീണ്ടും 2 ലൂപ്പിൽ കൂടി. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യയാണ് സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം നമുക്ക്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും ഇതേപോലെ തന്നെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾക്ക് ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെയും ഇതേ മെത്തേഡിലാണ് ചെയ്യുന്നത് നമ്മൾ. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തില്ലേ, അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. അവിടെ ഇനി നമ്മൾക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ചെയ്തിട്ട് വേണം നമുക്ക് അന്നേരം റൗണ്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൊണ്ടുപോയി നമ്മളതിന് ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തു പോയത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മളിപ്പം സിംഗിൾ ക്രോഷ്യ ചെയ്താണ് അത് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 5 ഡബിൾ ക്രോഷ്യയുടെ തേർഡ് സ്റ്റിച്ചിലാണ് സിംഗിൾ ക്രോഷ്യ ചെയ്തത്. ഇനി രണ്ടാമത്തെ മുതൽ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ആവുകയാണ്. അത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻറ്റ് ചെയ്തതിൻ്റെ റൈറ്റ് സൈഡ്, ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഗ്യാപ്പിലാണ്. നിങ്ങൾക്ക് ആ സ്റ്റിച്ചിൻ്റെ റൈറ്റ് സൈഡിലൊരു ഹോളുണ്ട്, അവിടെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനി തേർഡ് സ്റ്റിച്ച്, ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഹൂക്കിൽ നൂല് ചുറ്റണ്ട. അപ്പോൾ തേർഡ് സ്റ്റിച്ചിൽ ഇപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ആ ചെറിയ ഹോളുണ്ട് റൈറ്റ് സൈഡ്, അവിടെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഫൈവ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ തേർഡ് സ്റ്റിച്ചിൽ ആണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യയുടെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച്, വീണ്ടും നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെയാണ് വീണ്ടും നമ്മൾക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഇടം വരെ ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്തായിരുന്നു ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾക്കവിടെ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കവിടെ ഇനിയും ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിൽ തന്നെ നമ്മൾക്ക് 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഹോളിൽ തന്നെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ അവിടെ ആ തേർഡ് സ്റ്റിച്ചിൽ പോയി നമ്മൾ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ അവിടെ 5 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആ തേർഡ് സ്റ്റിച്ചിൽ കൊണ്ടുപോയി 5 ഡബിൾ ക്രോഷ്യ ഉള്ളതിൻ്റെ മൂന്നാമത്തെ ഇതിൽ കൊണ്ടുപോയി ജോയിൻറ്റ്
ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ ജോയിൻറ്റ് കഴിഞ്ഞാൽ 5 ഡബിൾ ക്രോഷ്യയാണ്. അങ്ങനെ നമ്മൾക്ക് ഫോണിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾക്ക് എത്ര വേണമോ അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ചില ഫോണ് കുറച്ച് വീതി കൂടുതലായിരിക്കും, ചിലതിന് നീളമായിരിക്കും, അതനുസരിച്ച്. ഇപ്പോൾ 16 ചെയിനിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മുടെ ഇവിടെയാണ് നമ്മൾക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ജോയിൻറ്റ് ചെയ്യേണ്ടത്. അവിടെ ജോയിൻറ്റ് ചെയ്യണം. ശേഷം അവിടെ ഡബിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യ റൈറ്റ് സൈഡിലെ ഗ്യാപ്പിലാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾക്ക് എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയാകും. ഇപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു തവണ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റാർട്ടാകും. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് ആ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തായിരിക്കും സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ നമുക്കവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ടാകും. അങ്ങനെയാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ആ സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഗ്യാപ്പിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ ആ ചെയിനിൻ്റെ ഗ്യാപ്പിൽ ചെയ്താൽ നല്ല നീറ്റായിരിക്കും. ആ സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ആ റൈറ്റ് സൈഡിലൊരു ഹോള് പോലെ കാണാൻ നമുക്ക് അവിടെ ചെയ്താൽ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ശേഷം നമ്മൾ ആ 3rd സ്റ്റിച്ചിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൊണ്ടുപോയി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ശേഷം നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഒരു ചെയിനും കൂടി ഇട്ടതിന് ശേഷം നൂല് കട്ട് ചെയ്ത് അതിൻ്റെ എൻഡ് ഭാഗം നോക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ വലിയ ഹോളുള്ള നീഡിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനിയും വർക്കുണ്ട്. ഇനി അതിന് സ്ട്രാപ്പ് കൊടുക്കണം. ഇതിപ്പോൾ ഒരേ ലെവലിൽ 2 സൈഡ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇപ്പോൾ 2 സൈഡ് നോക്കുമ്പോൾ ആ സിംഗിൾ ക്രോഷ്യയുടെ ജോയിൻ്റ് ആയിരിക്കും 2 സൈഡും വരുന്നത്. നടുഭാഗം നമുക്കിത് 2 സൈഡും ഒരേപോലെ വരും. അങ്ങനെ കറക്റ്റിന് വെച്ചതിന് ശേഷം ഇപ്പോൾ നൂലിന് കട്ടി കുറവായതുകൊണ്ട് ഞാൻ 2 നൂലാണ് എടുക്കുന്നത്. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ 3ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾക്ക് ഈ നൂലിനെ ജോയിൻറ്റ് ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഒരു ബട്ടൺ അപ്പുറത്തെ സൈഡിൽ ബട്ടൺ പിടിപ്പിക്കുന്നതിനാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 12 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. 12 ചെയിനുകളാണ് ഇട്ടിട്ടുള്ളത്. ശേഷം നമ്മൾ ആ സ്റ്റാർട്ടിങ് ചെയ്ത അതേ സെയിം ഗ്യാപ്പിൽ തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി ജോയിൻറ്റ് ചെയ്യുകയാണ്. അതിനെ ജോയിൻറ്റ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ലപോലെ വെച്ചാലും മതി. ശേഷം നൂലിനെ അടിയിലോട്ട് കൊണ്ടുപോയിട്ട് ഇത്തിരി ഉള്ളിലാക്കി കട്ട് ചെയ്താൽ മതി. ഒരു കെട്ടും കൂടെ കൊടുത്തിട്ട് അപ്പോൾ അതിത്തിരി ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഒരു മുത്തും കൂടെ കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതൊരു വലിപ്പമുള്ള മുത്താണ്. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അതും അതേപോലെ തന്നെ ആ 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ 3ാമത്തെ ഇവിടെ അടിയിലത്തെ
ഏറ്റവും മുകളിലത്തെ അല്ല, അതിൻ്റെ താഴത്തത്. മുകളിൽ നോക്കുമ്പോൾ സെക്കൻഡ്, രണ്ടാമത്തെ. ശേഷം നമ്മൾ ആ ഫോണിൻ്റെ വലിപ്പം ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെയും മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും മതിയെങ്കിൽ. ഇല്ല നമുക്ക് സ്ട്രാപ്പ് വേണമെങ്കിൽ അത് ചെയ്യണം. അതിങ്ങനെയാണ് ഇരിക്കേണ്ടുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് ആ സിംഗിൾ ക്രോഷ്യയുടെ ജോയിൻ്റാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡിലും വരുന്നത്. ഇപ്പം അവിടെ നമുക്ക് സ്ട്രാപ്പിന് വേണ്ടി നമുക്ക് നൂലിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ശേഷം ഇപ്പുറത്തെ സൈഡിലും കൂടി, രണ്ട് സൈഡിലും ഇപ്പുറത്തെ സൈഡിലും കൂടെ കൊണ്ടുവരണം. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ടതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ കൊണ്ടുവന്നിട്ട് ഇപ്പം നമ്മൾക്ക് 3 ലൂപ്പാണുള്ളത്. അപ്പോൾ ആ 3 ലൂപ്സിൽ കൂടെയും നമുക്ക് നൂലിനെ കൊണ്ടുവരണം. ഇനി നമ്മളത് ഒരു ജോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ചെയിൻ സ്റ്റിച്ചാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ 3 എണ്ണത്തിനെയും കൂടെ ജോയിൻറ്റ് ചെയ്തേ അവിടെ ഒരു നൂല് കാണാൻ പറ്റും നമ്മൾക്ക്. അതിൽ കുത്തിയാണ് വീണ്ടും ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ആ ഹോളിൽ കൂടി കുത്തിയെടുക്കണം. നമ്മൾ ആ 3 എണ്ണത്തിനെ ഒരു ചെയിനിട്ട് നമ്മൾ ജോയിൻ്റ് ആക്കിയതിൻ്റെ അതിൽ കുത്തിയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. എന്താ കാണുന്നത്, ആ ചെറിയൊരു ദൂല കാണുന്നുണ്ട്. ആ നൂലിൻ്റെ ഉള്ളിൽ കൂടി ഹൂക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ 3 ലൂപ്പിൽ കൂടി കൊണ്ടുവരണം നൂലിനെ. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ മാതിരിയാണ് ചെയ്തു പോകുന്നത്. നമ്മൾ നൂലൊന്ന് ചുറ്റിയിട്ട് സെയിം ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾക്ക് എത്രത്തോളം നമുക്ക് നീളം ആവശ്യമാണോ അതനുസരിച്ച് ചെയ്തു പോയാൽ മതി. ഇനി നമ്മൾക്ക് ആ 3 ലൂപ്പും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്യണം. ശേഷം നമ്മൾ ഹൂക്കിൽ നൂല് ചുറ്റിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് ആവശ്യത്തിന് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതിയാകും. രണ്ട് സൈഡും അപ്പോഴും നല്ല തിക്കായിട്ട് കിട്ടും. ഇല്ല എങ്കിൽ 2 മടക്കിന് 2 ലെയറായിട്ട് നൂലെടുത്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോയാലും മതിയാകും. ആവശ്യത്തിനുള്ള തിക്നെസ് കിട്ടും. സ്ട്രാപ്പിന് ഹൂക്കിൽ നൂല് ചുറ്റിയിട്ട് നമ്മൾ ആ ജോയിൻ്റ് ചെയ്തതിൻ്റെ അവിടെയാണ് വീണ്ടും ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തു പോകണം. അപ്പോൾ എത്രത്തോളം നീളം വേണോ ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ 2 ലെയർ നൂല് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ ആവശ്യത്തിനുള്ള കട്ടി കിട്ടും. ഇല്ലെങ്കിൽ സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയിൻ ഇട്ടിട്ട് 2 സൈഡ് സിംഗിൾ ക്രോഷ്യ ചെയ്താലും മതിയാകും. ഇല്ലെങ്കിൽ ചെയിൻ ഇട്ടിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഇനി നമുക്കത് ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു ചെയിനും കൂടി ഇട്ട് നമുക്ക് കെട്ട് കൊടുക്കണം. കുറച്ച് നൂല് വിട്ടിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അത് ടൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾക്കിത് ജോയിൻറ്റ് ചെയ്യാവുന്നതാണ്. സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം നൂല് അവിടെ ഒരു കെട്ടും കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉള്ളിലോട്ടാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
ഇത് സ്ട്രാപ്പും കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.